ആ പ്രതിഭയുടെ മകൻ കനിവും മറ്റ് ചില ചെറുപ്പക്കാരും കൂടി ഏതോ ഒരു ഇറിഗേഷൻ കനാലിൻ്റെ സൈഡിൽ നിന്ന് ബീഡിയോ സിഗരറ്റോ എന്തോ ചുരുട്ടോ മറ്റോ വലിക്കായിരുന്നു. ആ സമയത്ത് എക്സൈസുകാർ കൃത്യമായിട്ട് അവിടെ ചാടി വീഴുകയും അവിടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരെ മുഴുവനും പിടിക്കച്ചു. കനിവ് ഓടി രക്ഷപ്പെടാൻ നോക്കിയില്ല, കാരണം എം എൽ എയുടെ മകൻ ഓടുന്നത് ശരിയല്ലോ. അദ്ദേഹം ധൈര്യസമേതം പോലീസിന് എക്സൈസുകാർക്ക് പിടികൊടുത്തു. അപ്പോൾ എക്സൈസുകാരുടെ മാസ്റ്റർ പ്രകാരം ഈ കനിവിൻ്റെ കയ്യിൽ നിന്നല്ല, മൊത്തം സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് 3 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് തന്നെയാണോ ഇനി കമ്മ്യൂണിസ്റ്റ് വെച്ചിയുടെ ഇല ഉണക്കിയതാണോ എന്നറിയില്ല. കഞ്ചാവ് എന്ന് കരുതപ്പെടുന്ന ഒരു ചെടിയുടെ ഇല, ഉണങ്ങിയ ഇല കണ്ടെടുത്തു. മാത്രമല്ല കഞ്ചാവ് കലക്കിയ 500 ഗ്രാം ദ്രാവകവും കണ്ടെടുത്തു. അതിൽ പപ്പായയുടെ കുഴലിട്ടിട്ട് ധൂമപാനം നടത്തുകയായിരുന്നു ഈ ചെറുപ്പക്കാരെന്നാണ് പോലീസ് പറയുന്നത്. ഈ വാർത്ത അപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഈ രന്ധ്രാന്വേഷികളായിട്ടുള്ള ടെലിവിഷൻ ചാനലുകാർ വലിയ അക്ഷരത്തിലും ബ്രേക്ക്. കൈരളി ചാനൽ ഒഴിച്ച് ബാക്കിയാൽ അതിന് വാർത്ത വന്നു. പ്രതിഭ ഹരിയുടെ മകൻ കഞ്ചാവുമായി പിടിയിൽ 90 ഗ്രാം കഞ്ചാവ് പിടിച്ചു. പിന്നീട് 60 ഗ്രാമാക്കി, അവസാനം 3 ഗ്രാമാക്കി. ഏതായാലും കഞ്ചാവുമായി പിടിക്കപ്പെട്ടു എന്ന് വലിയ വാർത്ത വന്നു. ഇത് കണ്ട് പ്രതിഭയുടെ ഉള്ളിരിക്കും. ഏത് തെറ്റിനും മാപ്പ് കൊടുക്കുന്ന ഒരു കോടതിയുണ്ട്, അതാണ് മാതൃഹൃദയം എന്ന് സാക്ഷാൽ പി കേശവദേവ അദ്ദേഹത്തിൻ്റെ ഏതോ നോവൽ എഴുതിയിട്ടുണ്ട്. അയൽക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രതിഭയുടെ കാര്യത്തിൽ ശരിയാണ്. പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിക്കുന്ന കുട്ടികളുടെ കൂടി ഇരുന്നു എന്നുള്ളത് ശരിയാണ്. അവരെ കഞ്ചാവ് വലിക്കുന്നത് തെറ്റാണ്. നിങ്ങളാരും കഞ്ചാവ് വലിക്കരുത്, കഞ്ചാവ് ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോയതാണ്. ആ സമയത്താണ് ഈ കശ്മലന്മാരായ എക്സൈസുകാർ ചാടി വീണ് ഈ ചെറുപ്പക്കാരനെ പിടികൂടി. അദ്ദേഹത്തിന് കഞ്ചാവുമായിട്ടൊരു ബന്ധമില്ല. ജനിച്ച പിന്നെ കഞ്ചാവ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അതിൻ്റെ സ്മെല്ലും അറിയില്ല. പിന്നെ ഏണസ്റ്റോ ചെഗുവേര പണ്ട് കഞ്ചാവ് വലിക്കുമായിരുന്നു എന്നാണ് പാർട്ടിയുടെ ശത്രുക്കൾ പറയുന്നത്, നമുക്കറിയില്ല. ഏതായാലും ഈ ചെറുപ്പക്കാരന് കഞ്ചാവുമായിട്ടൊരു ബന്ധമില്ല. ഹെറോയിനായിട്ടോ ഹഷീഷായിട്ടോ ബ്രൗൺ ഷുഗറുമായിട്ടോ ഒരു കാലത്ത് ഒരു ബന്ധമില്ലാത്ത ഒരു സാധു പയ്യനാണ് ഈ കനിവ്. അവൻ്റെ പേരിൽ തന്നെ കനിവുണ്ട്, പ്രത്യേകം പറയേണ്ടതില്ലോ. ഇത് കണ്ട് പ്രതിഭ ഈ രീതിയിൽ പരാമർശങ്ങൾ നടത്തി. പക്ഷേ അപ്പോഴത്തേക്കും ഈ ഹൃദയശൂന്യരായ എക്സൈസുകാർ, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങുന്നി എന്ന് പറഞ്ഞത് സത്യത്തിൽ എക്സൈസുകാരെ ഉദ്ദേശിച്ച, പോലീസുകാരാണെങ്കിൽ ഇതുപോലത്തെ ഒരു മര്യാദ കാണിക്കില്ല. എക്സൈസുകാർ ഈ കനിവിനെ 9ാം പ്രതിയായിട്ട് FIR ഇട്ടു. അതുവരെ പ്രതിഭ പറഞ്ഞത് ഞാൻ ഇവർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കും, ഏഷ്യാനെറ്റ് പൂട്ടിക്കും, 24 ന്യൂസ് പൂട്ടിക്കും, ശ്രീകണ്ഠൻ നായർ കമ്പി പിടിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അപ്പോഴത്തേക്കും ഈ ചാനലുകാരെ സഹായിക്കാൻ എന്ന വ്യാജേന എന്ന രീതിയിൽ ഈ എക്സൈസുകാരെ FIR ഇട്ടു. അങ്ങനെ കനിവ് 9ാം പ്രതി എന്ന് കരുതി പ്രതിഭ പോരാട്ടം നിർത്തും നിങ്ങൾ വിചാരിക്കണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.